തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശിവപ്രിയ എന്ന 26-കാരി മരിച്ചത് ഇന്നലെയായിരുന്നു. യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തുള്ളവരാണ് സംഘത്തിലുള്ളത്. 3 വകുപ്പുകളുടെ മേധാവികൾ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ ശിവപ്രിയ മരിച്ചത്. ശിവപ്രിയയുടെ മരണത്തിന് പിന്നാലെ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. ശിവപ്രിയയുടെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം പാലിച്ചുള്ള വിദഗ്ധ സമിതിയെ അന്വേഷണം ഏൽപ്പിക്കണമെന്നും ശിവപ്രിയയുടെ മൃതദേഹം RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ശിവപ്രിയ SIT ആശുപത്രിയിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. 24-ാം തീയതിയോടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് തനിക്ക് പനിയുള്ളതായി ശിവപ്രിയ ഡോക്ടറെ അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്നാൽ വീട്ടിലെത്തിയപ്പോഴേക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് SIT ആശുപത്രിയിൽ 26-ാം തീയതി വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. പരിശോധനയിൽ അണുബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഒരാഴ്ചയായി വെന്റിലേറ്ററിലായിരുന്നു ശിവപ്രിയ. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടെ മരണം സംഭവിച്ചത്. അതേസമയം ശിവപ്രിയയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.